എൻ്റെ പേര് അശ്ന. ഞാൻ ഇവിടെ BSc സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ആലപ്പുഴയിലാണ് വരുന്നത്. ബാംഗ്ലൂരോട്ട് അഡ്മിഷൻ എടുക്കാൻ നേരം എൻ്റെ പേരൻസിനും റിലേറ്റീവ്സിനും ഒക്കെ ഭയങ്കര പേടിയായിരുന്നു ബാംഗ്ലൂരോട്ട് വിടാൻ. അപ്പോഴാണ് ഞങ്ങൾ ഈ ക്യാമ്പസ് വന്ന് കണ്ടത്. അപ്പോൾ ഇവിടെ എല്ലാം മലയാളി സ്റ്റുഡൻസും പ്രിൻസിപ്പളും മലയാളിയാണ്, ടീച്ചേഴ്സൊക്കെ മലയാളിയാണ്. അങ്ങനെ ഇവിടെ അഡ്മിഷൻ എടുത്തേ. ഹായ്, ഐ എം കവിത, പ്രിൻസിപ്പൽ ശ്രീ രാഘവേന്ദ്ര കോളേജ് ഓഫ് നഴ്സിംഗ്. കഴിഞ്ഞ 17 വർഷമായിട്ട് ഞാൻ ഈ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ക്യാമ്പസ് എന്ന് പറയുന്നത് 99% മലയാളി സ്റ്റുഡൻസ് ആണുള്ളത്. അതുപോലെ തന്നെ ഇതൊരു ഫീമെയിൽസ് ഉള്ള ക്യാമ്പസ് ആണ്. നമ്മുടെ കോളേജ് ഹോസ്റ്റൽ ആൻഡ് ഹോസ്പിറ്റൽ സെയിം ക്യാമ്പസിനുള്ളിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. Sri Raghavendra Multi-Speciality Hospital was started in 1979. Dr. G.K. Jairam is a medicinal doctor. He is a chairman and his son is a MCH. He is a super specialty in gastrointestinalogy. He is one of the topmost organ transplantation doctor in the nation. Then his wife is also anesthesia doctor, and his entire family, cousins, everybody belongs to a doctors. In each specialty, doctors is available in our hospital, so the students can learn each and every procedures neatly in our own multi-specialty hospital. Myself Ashwarya Jain. I am a final year BSc Nursing student of Sri Raghavendra College of Nursing. Here, we are having a cluster of highly qualified and skilled faculties who will help with us in our academics as well as studies and extracurricular activities throughout the academic year. Our faculties are having an in-depth knowledge in their field and we can have any queries without any hesitation. I am so grateful to be guided under these experienced faculties throughout my academic year. എൻ്റെ പേര് അക്സ. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എനിക്കും അതുപോലെ തന്നെ എൻ്റെ പേരൻസിനും ഉണ്ടായിരുന്ന കുറച്ച് കൺസേൺ ആയിരുന്നു. അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അപ്രൂവൽ, കർണാടക നഴ്സിംഗ് കൗൺസിലിന്റെ അപ്രൂവൽ, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അപ്രൂവൽ, പിന്നെ കോളേജ്, ഹോസ്പിറ്റൽ, ഹോസ്റ്റൽ ഇത് ഒരു ക്യാമ്പസിൽ തന്നെ വേണമെന്നായിരുന്നു ഞങ്ങളുടെ കൺസേൺ. ഈ കൺസേൺ എല്ലാം മീറ്റ് ചെയ്തത് ശ്രീ രാഘവേന്ദ്ര കോളേജ് ഓഫ് നഴ്സിംഗിലാണ്. എൻ്റെ പേര് അക്ഷര. ഞാൻ ഈരാറ്റുപേട്ടയിൽ നിന്നാണ്. ഞാൻ 2 years ആയി ഇവിടെ ശ്രീ രാഘവേന്ദ്ര കോളേജിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെ ഹോസ്റ്റലിൽ മലയാളി സ്റ്റുഡൻസിന്റെ കൂടെ തന്നെയാണ് സ്റ്റേ. ഇവിടെ മജോറിറ്റി മലയാളി സ്റ്റുഡൻസ് തന്നെയാണ് ഈ കോളേജിൽ പഠിക്കുന്നത്. പോസ്റ്റിങ്ങും ക്ലാസ്സസും എല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് നല്ല സ്കോർ അച്ചീവ് ചെയ്യാറുമുണ്ട്. ഹായ്, ഞാൻ മിനി എലിസബത്ത് വിനോദ്. ഞാനിപ്പോൾ കറന്റ് ഇവിടെ നിന്ന് പാസ് ഔട്ട് ആയതേ ഉള്ളൂ. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാൻ വന്നതാണ്. ഈ കോളേജിനെ പറ്റി എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. എല്ലാം വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഈ കഴിഞ്ഞ 4 വർഷം പോയത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ കൂടെ അതോറിറ്റീസ് കൂടി ഉണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഞങ്ങൾ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സസും കാര്യങ്ങളെല്ലാം റെഗുലർ ആയിട്ട് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. എക്സാമിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിനും സിലബസ് തീർക്കാനും ഒക്കെ ആണെങ്കിലും ടീച്ചേഴ്സ് വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കോളേജിന് സ്വന്തമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഉള്ളത് കൊണ്ട് ക്ലിനിക്കൽ എക്സ്പീരിയൻസിന്റെ കാര്യത്തിലും വറി ആവേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ അക്കോമഡേഷൻ, ഹോസ്റ്റല്, ഫുഡ് ഫെസിലിറ്റീസ് വളരെ സേഫ് ആയിരുന്നു. എന്റെ പേരൻസ് എല്ലാം ടെൻഷൻ ഫ്രീ ആയിരുന്നു ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്തെല്ലാം. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ബാംഗ്ലൂർ തന്നെ പല കോളേജുകളും പോയി നോക്കിയിരുന്നു. അവിടൊക്കെ ഈ കോളേജിനെ വെച്ച് നോക്കുമ്പോൾ അവിടെ 12 പേര് അല്ലെങ്കിൽ 14 പേരായിരുന്നു ഒരു റൂമിൽ വരുന്നത്. അപ്പൊ നമുക്കൊരു ഡിസ്കംഫോർട്ട് തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ എന്റെ ഒരു അങ്കിള് പറഞ്ഞിട്ടാണ് ഈ കോളേജ് വന്ന് കണ്ടത്. ഇവിടെ അവിടുത്തെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും ബെറ്റർ ആയിട്ട് തോന്നി. ഇവിടെ ഒരു റൂമിൽ 4 അല്ലെങ്കിൽ 5 പേരൊക്കെ ഉള്ളായിരുന്നു. ഏറ്റവും കൂടുതൽ പറയേണ്ട കാര്യം മെസ്സ് നടത്തുന്നതും ഹോസ്റ്റൽ നടത്തുന്നതും നമ്മുടെ മലയാളിയായിട്ട് ഇടുക്കിയിലുള്ള ഒരു അങ്കിളും ആന്റിയാണ്. പഠിക്കാനാണെങ്കിൽ സ്റ്റഡി ടേബിള്, ചെയർ എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ബെറ്റർ ആയിട്ട് തോന്നി ഈ ഹോസ്റ്റലിന്റെ സൗകര്യങ്ങളൊക്കെ. എൻ്റെ പേര് സിബി. എൻ്റെ ഭാര്യ സാലി. 12 വർഷമായിട്ട് ഇവിടെ തന്നെയാണ്, ഹോസ്റ്റലിൽ തന്നെയാണ് ഫാമിലി ആയിട്ട് ഞങ്ങൾ താമസിക്കുന്നത്. കേരള ഫുഡാണ് നമ്മളിവിടെ പിള്ളേർക്ക് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ആർക്കും ഹോം സിക്നെസ് അധികമായിട്ട് തോന്നാത്തതിൻ്റെ ഒരു പ്രത്യേക കാരണം എന്ന് പറയുന്നത് മെസ്സിലെ ഫുഡാണ്. അതിൽ നാട്ടിൽ നിന്ന് കിട്ടുന്ന അതേ സെയിം കുത്തിരിച്ചോറും കാര്യങ്ങളെല്ലാം കൂട്ടി നല്ല രീതിയിലുള്ള ഒരു ഫുഡാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. പല ഡേയ്സ് ആയിട്ട് ഞങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെനുവിലാണ് ഞങ്ങൾക്ക് ഫുഡ് അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ.